ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച കുഴിബോംബ് പൊട്ടിത്തെറിച്ച് മരണപ്പെട്ട തിരുവനന്തപുരം പാലോട് സ്വദേശിയായ CRPF ജവാൻ വിഷ്ണു ആറിന് സ്വന്തം നാടിന്റെ കണ്ണീരിൽ ചാലിച്ച സ്നേഹാദരം. വിഷ്ണുവിന്റെ ഭൗതിക ശരീരം കുടുംബ വീട്ടിൽ നിന്നും അല്പസമയത്തിനകം പാലോട് നന്ദിയോട് ജംഗ്ഷനിൽ പൊതുദർശനത്തിനെത്തിക്കും. കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ് വിജയ് ചേരുന്നുണ്ട്. അരവിന്ദ്, ഇപ്പോൾ കുടുംബ വീട്ടിലാണ് പൊതുദർശനം നടക്കുന്നത്. അതിനുശേഷം പാലോട് നന്ദിയോട് ജംഗ്ഷൻ, അതുപോലെ തന്നെ വിഷ്ണു പഠിച്ച സ്കൂള്, അതിനുശേഷമായിരിക്കുമല്ലോ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. അമ്പിളി, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലോട് നന്ദിയോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നന്ദിയോട് ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വിഷ്ണുവിന്റെ വീടിന് സമീപമുള്ള ഒരു ജംഗ്ഷനാണ്. ഇവിടെ അല്പസമയത്തിനകം വിഷ്ണുവിന്റെ ഭൗതിക ശരീരം കുടുംബ വീട്ടിൽ നിന്നും ഇവിടെ പൊതുദർശനത്തിനായി എത്തിക്കും. വൻ ജനാവലിയാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. വിഷ്ണുവിന് ആദരസൂചകമായി ഈ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എല്ലാവരും ഒത്തുചേർന്ന് വിഷ്ണുവിന് അവസാനമായി യാത്രാമൊഴി അയക്കാനായി ഇവിടെ എത്തും. ഒപ്പം 12:30 ഇവിടത്തെ പൊതുശ്മശാനത്തിലായിരിക്കും വിഷ്ണുവിന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുക. നിലവിൽ ഇപ്പോൾ കുടുംബ വീട്ടിൽ അവസാനമായി ഒരു നോക്ക് കാണാൻ നൂറുകണക്കിന് ആളുകളാണ് വിഷ്ണുവിനെ കാത്ത് എത്തിയിരിക്കുന്നത്. വളരെ വൈകാരികമായ മുഹൂർത്തങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛനായാലും കുടുംബാംഗങ്ങളായാലും ഭാര്യയായാലും അവരുടെയൊക്കെ കണ്ണീരിന് നമുക്ക് മറുപടിയൊന്നും പറയാൻ പറ്റാത്തൊരു, നമുക്ക് വളരെ വൈകാരികമായ മുഹൂർത്തങ്ങളാണ് നമുക്ക് അവിടെ നിന്നും ദൃശ്യമായത്. വരും മണിക്കൂറിൽ ഉടൻ തന്നെ വിഷ്ണുവിന്റെ ഭൗതിക ശരീരം സ്വന്തം ജന്മനാടായ നന്ദിയോട് അവിടുത്തെ ജംഗ്ഷനിലെ ഈ പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിലെ ഈ പ്രദേശത്ത് പൊതുദർശനത്തിനെത്തിക്കും. ഒരു ജവാൻ എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു നാട് മൊത്തം വിഷ്ണുവിനോടുള്ള സ്നേഹം അറിയിക്കാനായി കാത്തിരിക്കുകയാണ്. ഇവിടെ ജാതിമത വ്യത്യാസമില്ല. നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ വ്യക്തമാണ്. നിരവധി ജാതി വ്യത്യാസം പോലും ഇല്ലാതെ, രാഷ്ട്രീയ വ്യത്യാസം പോലും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് വിഷ്ണുവിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നൊരു കാഴ്ച, അത് ഈ വേദനയിലും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. അമ്പിളി.